സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അങ്ങനെ അവസാനം ഗാസയിൽ വെടിനിർത്തലിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതലായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇസ്രായേൽ സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാകും. ഡൊണാൾഡ് ട്രംപാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെതന്യാഹു ഈ വെടിനിർത്തൽ നിർദ്ദേശം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ മുൻപിൽ വ്യാഴാഴ്ച രാവിലെ സമർപ്പിച്ച് അദ്ദേഹത്തിന് അംഗീകാരം നേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ, നമ്മളുടെ സമയമല്ല ഇസ്രായേലിലെ സമയം, 12 മണിയോടെ അവിടെ വെടിനിർത്തൽ നടപ്പിലാകും എന്നാണ് മനസ്സിലാവുന്നത്. ഇതിനോടനുബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, Donald Trump announced that Israel and Hamas have agreed to the first phase of a peace plan to pause fighting and release some hostages and prisoners held in Gaza. He continued, "This means that all of the hostages will be released very soon and Israel will withdraw the troops to an agreed upon line as the first step towards a strong, durable and everlasting peace." എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ഫേസിന്റെ ഭാഗമായി ഏതാനും ബന്ദികളെ കൈമാറും എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇസ്രായേല് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈനിലേക്ക് അവരുടെ പട്ടാളക്കാരെ പിൻവലിക്കും എന്നും ആണ് പറഞ്ഞിട്ടുള്ളത്. ഗാസയിൽ നിന്ന് പിൻവലിക്കുമെന്നല്ല, തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈനിലേക്ക് പിൻവാങ്ങുമെന്നാണ്. കൂടാതെ വെടിനിർത്തൽ എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, പോസ് എന്നൊരു വാക്കാണ് ഉദ്ദേശിച്ചത്. പോസ്, താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്ന വാക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ മുഴുവൻ ബന്ദികളെയും ഒറ്റയടിക്ക് കൈമാറുന്നില്ല എന്നും ഇതിനകത്ത് പറയുന്നു. ഏതാനും ബന്ദികളെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫേസ് എന്ന നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഫേസിൽ കൂടുതലായിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി യുദ്ധം ഉണ്ടാവാത്ത തരത്തിലേക്കുള്ള ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങത്തക്ക രീതിയിലുള്ളതിന്റെ ആദ്യത്തെ ഭാഗം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിലെ ഹമാസിന്റേതായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഹമാസ് സെഡ് ഇറ്റ് ഹാഡ് റീച്ച്ഡ് the agreement, confirming the deal includes an Israeli withdrawal from the enclave and a hostage prisoner exchange. The group said in a statement that the deal came after responsible and serious negotiations over Trump's proposal. അപ്പൊ ഹമാസിന്റെ വീക്ഷണം കുറച്ച് വ്യത്യസ്തമാണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേല് പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവാങ്ങും എന്നാണ്. ഗാസയിൽ നിന്ന് ഇസ്രായേല് പൂർണ്ണമായും പിൻവാങ്ങും. അതിനോടനുബന്ധിച്ച് ബന്ദികളെ കൈമാറും. പകരമായിട്ട് അവരുടെ തടവുകാരെ, അതായത് പാലസ്തീനികൾ എന്ന് വിളിക്കപ്പെടുന്ന അറബികൾ, ഇസ്രായേലിൽ തടവിലുള്ളവരെ ഇസ്രായേൽ മോചിപ്പിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ രണ്ടും ആദ്യം അവർ പറയുന്നത്, അവരുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഈ ഇസ്രായേല് ഗാസയിൽ നിന്ന് പിൻവാങ്ങുമെന്നുള്ളതാണ്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിൽ ആദ്യമുള്ളത് താൽക്കാലികമായി വെടിനിർത്തും, ഹോസ്റ്റേജസ് കൈമാറും, അല്ലെങ്കിൽ ബന്ധികളെ കൈമാറും എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്, കാരണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റെസ്പോൺസ് ഇങ്ങനെയാണ്. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു താങ്ക്ഡ് ദ US for their commitment to the sacred mission of freeing our hostages and said, with God's help we bring all them home. Netanyahu said he would convene the Israeli government on Thursday to approve the deal. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹോസ്റ്റേജസിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും പട്ടാളക്കാരെ പിൻവലിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പാലസ്തീൻ തടവുകാരെ തിരികെ കൊടുക്കുന്ന കാര്യമോ ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ ഹോസ്റ്റേജസിനെയും ഉടനെ തിരികെ കിട്ടും എന്നുള്ള സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇന്ന് തേഴ്സ്ഡേ മന്ത്രിസഭാ മീറ്റിംഗ് കൂടുന്നു. മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രം വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിന്റെ ഒരു അസസ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ദ ഹമാസ് പ്ലാൻ ടു റിലീസ് ഓൾ 20 living hostages this weekend. The deceased hostages will come out in a later stage. The Israel army will move out of 70% of the area, they said. In exchange, several hundred Palestinian prisoners held by Israel would be released. അപ്പൊ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന നിലയ്ക്ക് വന്നിട്ടുള്ളത്, ഇസ്രായേലിന്റെ ഹമാസിന്റെ കയ്യിലുള്ള ജീവനുള്ള 20 ബന്ദികളെ ഉടനെ തന്നെ റിലീസ് ചെയ്യും. ബാക്കി ശവശരീരങ്ങള് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അടുത്ത ഫേസുകളിലായിട്ടാണ് റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്.
അതിന് പകരമായിട്ട് 70% സ്ഥലത്തിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുമെന്ന് ഹമാസ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ട്രംപിന്റെ ഡ്രോയിങ് അങ്ങനെയല്ല. ഇന്നലെയൊക്കെ അൽ ജസീറ റിലീസ് ചെയ്ത ഒരു ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ് പ്രകാരം ഏകദേശം ഒരു 35-40% ഏരിയ പാലസ്തീനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, ഗാസയുടെ 35-40% ഏരിയ പാലസ്തീനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ സേന പിൻവാങ്ങുന്ന ഒരു ലൈനാണ് ഇന്നലെ വരയ്ക്കപ്പെട്ടത്. 4 സ്റ്റെപ്പായിട്ടാണ് വിഡ്രോവൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ 4 സ്റ്റെപ്പിന്റെയും ചിത്രങ്ങളൊക്കെ ഇന്റർനാഷണൽ മീഡിയകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 35-40% ഗാസയുടെ റീജിയൻ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ശരി, നമ്മളിപ്പോ ഇതിനകത്ത് ഒരു കൺക്ലൂഷനിലേക്ക് ഇന്റർനാഷണൽ മീഡിയ എത്തുന്നത് ഈ ശനിയാഴ്ചയോടെ ട്രംപ് ഈജിപ്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അന്ന് തന്നെ കഴിയുമെങ്കിൽ ഈ പറയുന്ന 20 ലിവിംഗ് ഹോസ്റ്റേജസിനെ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പം ട്രംപിനുള്ള നോബൽ പ്രൈസിനുള്ള വളരെ സാധ്യതകൾ ഇങ്ങനെ ഒരുങ്ങി വരും. ഇപ്പോൾ തന്നെ ഹോസ്റ്റേജസിന്റെ ബന്ധുക്കളൊക്കെ ട്രംപിന്റെ പേര് നോബൽ പ്രൈസിന് സജസ്റ്റ് ചെയ്യണം എന്ന് ഇസ്രായേലില് അവരുടേതായിട്ടുള്ള ട്വിറ്റർ പ്ലാറ്റ്ഫോമുകളിലെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ ബന്ധുക്കളുടെ ജീവനെ രക്ഷിച്ചത് ട്രംപാണ് എന്നുള്ള, നിശ്ചയമായും ട്രംപിന് അതിനകത്ത് വലിയ റോളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അത് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി മോസ്റ്റ് പ്രോബബ്ലി ഈ ശനിയാഴ്ചയോടുകൂടി ട്രംപ് ഈജിപ്തിലെത്തുമെന്നും അന്ന് തന്നെ മിക്കവാറും ഈ 20 ഹോസ്റ്റേജസ് റിലീസ് ചെയ്യപ്പെടും എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി അന്നത് റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് വിൽ എക്സ്റ്റെൻഡ് അപ് ടു മൺഡേ, തിങ്കളാഴ്ച വരെ ഒരു വർഷം നീണ്ടുപോയേക്കാം. എന്തായാലും തിങ്കളാഴ്ചക്കുള്ളിൽ ഇസ്രായേലിന്റെ ജീവനുള്ള ബന്ദികളിൽ 20 പേരാണ് ബാക്കിയുണ്ട് എന്ന് പറയപ്പെടുന്നത്. അതാണ് നെതന്യാഹു അവിടെ UN വായിച്ച ലിസ്റ്റ്. ആ 20 ആളുകളെയും ഈ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി ഇസ്രായേലിന് ലഭിക്കും. അതിന്റെ ഭാഗമായിട്ട് വെടിനിർത്തൽ ഉണ്ടാവും. ഇസ്രായേലിന്റെ പിന്മാറ്റം എന്തായാലും ഈ തിങ്കളാഴ്ചയോടെയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോടെയോ നടക്കാൻ പോകുന്നില്ല. അത് കുറച്ചും കൂടി സ്ലോ ആയിട്ടാണ് നടക്കുക. അപ്പൊ ഇസ്രായേൽ ആ പർട്ടിക്കുലർ ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്സ് ഓഫ് പ്രോസസ്സസ് നടക്കാനാണ് സാധ്യതകൾ ഉള്ളത് എന്ന് വിചാരിക്കുന്നു. കൂടാതെ പാലസ്തീനികളുടെ അല്ലെങ്കിൽ പാലസ്തീൻ അറബികളെ, ഇസ്രായേലിന്റെ പിടിയിലുള്ള പാലസ്തീൻ അറബികളിൽ നിന്ന് കുറെ തടവുകാരെ ഇസ്രായേൽ റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റുകളുമായുള്ള തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അത് ഈ അവസാന നിമിഷം സെറ്റിൽ ചെയ്യാൻ കഴിയും എന്നാണ് ഖത്തറും ഈജിപ്തും സൗദി അറേബ്യയും ടർക്കിയും അടങ്ങുന്ന മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഹമാസിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയും എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസിനെ ചോദിച്ചത് ഒരു കാരണവശാലും തിരിച്ചു തരികയില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ വെച്ച് തന്നെ അവരെ ഈ ലിസ്റ്റ് ഏകദേശം 250 ഹാർഡ് കോർ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഹാർഡ് കോർ ക്രിമിനൽസ് കൂടാതെ 1500 മറ്റു തടവുകാരും ആ ലിസ്റ്റിന് പുറത്തേക്ക് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഹമാസിന്റെ നിലപാട് ഓരോ ദിവസവും പുതിയ ആളുകളെ, കൂടുതൽ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ ചോദിക്കുക എന്നുള്ളതാണ് ഹമാസ് എടുത്തിരുന്ന ഒരു തന്ത്രം. ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ സൂചിപ്പിച്ചതുപോലെ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് 2 പാർട്ടികളുടെയും താല്പര്യമില്ല. ഇത് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകൾ ഫോഴ്സ് ചെയ്ത് നടത്തുന്ന വെടിനിർത്തലാണ്. ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്യുന്നത് അമേരിക്കയാണ്. അതുപോലെ ഹമാസിനെ ഫോഴ്സ് ചെയ്യുന്ന അറബ് രാജ്യങ്ങളും ടർക്കിയുമാണ്. അപ്പൊ ഈ ഫോഴ്സ് ചെയ്യുന്ന ആളുകൾ നിശ്ചയമായും ഈ കൺസേൺഡ് ആളുകളുടെ മേലെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ്. അവരോട് നോ പറയാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് നടത്തേണ്ട ചുമതലയും സ്വാഭാവികമായിട്ടും ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇതിനേക്കാളൊക്കെ ഗൗരവതരമായ വിഷയങ്ങളിൽ പുറകെ വരാൻ പോകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജീവനുള്ള 20 ബന്ദികൾ തന്നെയാണ്. ജീവനുള്ള 20 ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവസാനിക്കുന്നു. രണ്ടാമത്തെ ആവശ്യം ഇനി ഡെഡ് ബോഡിയായി അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന 27 ശരീരങ്ങളാണ്. 27-28 ശരീരങ്ങളാണ്. അവ കൂടി തിരിച്ചു കിട്ടിയാൽ അവരെ സംബന്ധിച്ച് ഇവര് റാൻസമാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരുന്ന മുഴുവൻ ആളുകളെയും തിരിച്ചു കിട്ടും. പകരമായി ഇസ്രായേൽ ആവശ്യപ്പെട്ടുള്ളത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ള ഒരു കണ്ടീഷനാണ്. അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ കുറഞ്ഞ ഒരു കാര്യവും ഇസ്രായേൽ സമ്മതിക്കുകയില്ല എന്ന് പല പ്ലാറ്റ്ഫോമുകളിൽ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ നിരായുധീകരിച്ചേ പറ്റൂ. ഒന്നുകിൽ അത് സമാധാനത്തിന്റെ വഴിക്ക് മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹമാസിനെ കൊണ്ട് ആയുധങ്ങൾ ബലമായി വെപ്പിക്കാം. മീൻസ് ഹമാസിനെ കൊന്നു തീർക്കാം. ആ പണി നിങ്ങൾ ചെയ്യേണ്ട, അത് ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അതായത് സമാധാനത്തിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ചു വീണ്ടും ആക്രമണത്തിലേക്ക് നീങ്ങും അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ 20 പോയിന്റ് ഡീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം,
ഇനി വരുന്ന ഭരണത്തിൽ ഇത് കഴിഞ്ഞാൽ, ഈ യുദ്ധം കഴിഞ്ഞാൽ ഗാസയുടെ നിയന്ത്രണത്തിൽ ഹമാസിന് യാതൊരു റോളും ഉണ്ടാവുകയില്ല എന്നുള്ളതും 20 പോയിന്റ് പ്ലാനിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് അവിടെ ന്യായമായ റോള് വേണമെന്നും ഹമാസിനോട് തുടരണമെന്നും ഭരണത്തിൽ അവർക്ക് സ്വാധീനം വേണമെന്നുള്ളതുമാണ് ഇപ്പോൾ വരെയുമുള്ള അവരുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് അവർ പുറകോട്ട് പോയിട്ടില്ല. നിശ്ചയമായും 20 പോയിന്റ് പ്ലാനിന്റെ ഭാഗമായി ഒരു കാരണവശാലും ഹമാസിന് അവിടെ യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇസ്രായേൽ അനുവദിക്കുകയില്ല എന്നുള്ളതും 100% ഉറപ്പാണ്. കാരണം ഈ 20 പോയിന്റ്സിൽ ഒരു പോയിന്റ് പോലും നെഗോഷ്യബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ പണി തുടങ്ങിയിട്ടുള്ളത്. അത് വേറൊരു ഇപ്പൊ തന്നെ ഒരുപാട് നെഗോസിയേഷൻസ് ആയി. അതിൽ നെഗോസിയേഷൻസ് പ്രധാനമായും നടന്നത് ഈ തടവുകാരുടെ പേരിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കാര്യമായിട്ടുള്ള ആ പോയിന്റുകളിൽ, അദ്ദേഹം പ്രഖ്യാപിച്ച പോയിന്റുകളിൽ നിന്ന് വ്യത്യാസങ്ങളൊന്നും വരുത്താൻ ഈ നെഗോസിയേഷൻസിന് സാധിച്ചിട്ടില്ല. രണ്ട് പാർട്ടിയും നിർബന്ധിച്ച് നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടുവന്ന് ഇത് എഗ്രി ചെയ്യിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനു മുൻപും ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം യുദ്ധം എന്നതിനെ വിളിക്കാനാവില്ല, ഹമാസ് ഉന്മൂലനം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാവൂ. ഹമാസ് ഇസ്രായേലിന്റെ ബൗണ്ടറികൾക്കുള്ളിൽ കടന്നു കയറി വിവരണാതീതമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി. അതിന് പകരമായി ഹമാസിനെ നശിപ്പിക്കുവാൻ വേണ്ടി, ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഇസ്രായേൽ ഗാസയിൽ പ്രവേശിച്ചു. ഇതിനെ യുദ്ധമൊന്നും വിളിക്കാൻ പറ്റിയല്ല. അപ്പം ഈ ഭീകരന്മാര്, കൊള്ളക്കാര്, അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെറുത്തു നിന്നു എന്നുള്ളത് ശരിയാണ്. ആ ചെറുത്തു നിൽപ്പിനെ ഒരു യുദ്ധമൊന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് കള്ളന്മാരുടെ അല്ലെങ്കിൽ ലോക്കൽ കൊള്ളക്കാരുടെ ആളുകളെ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക്. കാരണം അവരുടെ ഇതിനകത്ത് അവരേറ്റവും പ്രധാനമായും ഉപയോഗിച്ച ആയുധം മനുഷ്യർ തന്നെയായിരുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുൻപിൽ പിടിച്ചു നിർത്തി അതിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുക എന്നുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഹമാസ് എല്ലായ്പ്പോഴും ഉപയോഗിച്ചത്. അതായത് അവരുപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അവരുടെ തന്നെ കുഞ്ഞുങ്ങളും അവരുടെ തന്നെ സ്ത്രീകളുമാണ്. വേറെ ആരെയും അവര് ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ വേറെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊന്നും ഈ യുദ്ധത്തിന് അവർ ഉപയോഗിച്ചില്ല. കുറച്ച് കുഞ്ഞൻ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ മിസൈലോ വെച്ചൊന്നും ഇസ്രായേൽ പോലത്തെ അതിശക്തമായ രാജ്യത്തിന്റെ ഏഴയലത്ത് പോലും എത്താൻ കഴിയില്ല. ഇസ്രായേലിനോട് അങ്ങനെ ചെയ്യുന്നത് വെറും ഭീകരപ്രവർത്തനം മാത്രമാണ്. അതിനെ ഒരു യുദ്ധം എന്ന് പേരിട്ട് വിളിക്കാനാവില്ല എന്ന ബോധമുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അവര് ഹമാസ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുൻപിൽ നിർത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പുറകിൽ പതുങ്ങിക്കിടന്ന് അവർ കാണിച്ച കുറച്ച് ഗോഷ്ഠികൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അവരെ പിടിച്ച് ചുട്ടുകൊല്ലുക എന്നുള്ളൊരു പ്രോസസ്സ്. എലീനെയൊക്കെ മാളത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ച് ചുട്ടുകൊല്ലുന്നത് പോലത്തെ പരിപാടിയാണ് ഇസ്രായേൽ ഇത്രയും ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു അവസാന ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു സംഗതിയുടെ അവസാന ഭാഗത്ത് അവർക്ക് വേണ്ടി അവരെ അവിടെ തന്നെ നിലനിർത്തണം. ഹമാസ് അവിടെ എങ്ങനെയെങ്കിലും ആയുധം ഉണ്ടായിട്ടോ ആയുധം ഇല്ലാഞ്ഞിട്ടോ ഒക്കെ ഹമാസ് അവിടെ തുടരണം എന്ന് താല്പര്യമുള്ള അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ഇതല്ല ബുദ്ധി, പ്ലീസ് വെയിറ്റ്, നമുക്ക് ഇനി അവസരം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് ഇത് എത്തിച്ചതാണ്. ഇസ്രായേലിനെ കൊണ്ടുള്ള വെടിനിർത്തലിലേക്ക്, അല്ലാണ്ട് ഹമാസിനെ കൊണ്ടുള്ള വെടിനിർത്തലല്ല, ഇസ്രായേലിനെ കൊണ്ടുള്ള വെടിനിർത്തലിലേക്ക് എത്തിച്ചതാണ് നമ്മളിപ്പം ഇവിടെ കണ്ടത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിനു മുൻപ് 2 തവണയും ഇതുപോലെ വെടിനിർത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ഈ പറയുന്ന ഹമാസ് വേട്ട പുനരാരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 20 പോയിന്റ് പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വീഴ്ച വന്നാൽ ആ നിമിഷം ഏകപക്ഷീയമായി ഇസ്രായേൽ അവരുടെ ഹമാസ് വേട്ട തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ 20 പോയിന്റ് പ്രോഗ്രാമിൽ പല സ്ഥലത്തും ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യതയില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങുക, അവിടെ ഭരണത്തിൽ പങ്കില്ലാതെ വരിക, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഹമാസ് എത്രത്തോളം വഴങ്ങും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട സംഗതിയാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വീഴ്ച വരുത്തിയാൽ ഹമാസിനെ വേട്ടയാടുന്ന പണി ഇസ്രായേൽ നിശ്ചയമായും പുനരാരംഭിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ്. ബന്ധികളെയും ശവശരീരങ്ങളെയും 20 ജീവനുള്ള ബന്ധികളെ തിരിച്ചു കിട്ടുന്നതോടുകൂടി തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മൂഡ് വല്ലാതെ മാറും. അവർ ഒരുപാട് ഹയർ പൊസിഷനിലേക്കാവും. ഹമാസ് ഫ്ലാറ്റ് ആവും. ഹമാസിന് പിന്നെ ഒന്നും പറയാനില്ല. ഹമാസിന് പിന്നെ ഉള്ളത് 28 ഡെഡ് ബോഡീസാണ്. ഡെഡ് ബോഡീസ് ഒക്കെ എല്ലാവരുടെ കയ്യിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അത് സഹിക്കാവുന്ന കാര്യമാണ്. ജീവനുള്ള ബന്ധികളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കളി വേറൊരു സ്റ്റേജിലേക്ക് കടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.